ഹായ് ഹലോ, ഞാൻ സെല്ലുപോനെ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ആതിരപ്പള്ളിക്ക് പോകുന്ന വഴിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ചാലക്കുടി റിസർവ് ഡിവിഷൻ്റെ ആ ഭാഗത്ത് നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അതിലത്തെ കാഴ്ചകളൊക്കെ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പറയാൻ പോകുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടുന്ന് നമ്മുടെ ആതിരപ്പള്ളി പോകുമ്പോൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ, പിന്നെ പോകുന്ന വഴിയിൽ വേറെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുകയും സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. ഈ റിസർവ് ഡിവിഷൻ്റെ ഉള്ളിലേക്ക് കയറാൻ പോകാൻ കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ അവർക്കുള്ള കേരള എൻട്രി ഫീസും കാര്യങ്ങളൊക്കെയാണ്. നമ്മൾ ഫായിസിൻ്റെ അപ്പം ഒന്ന് വന്നിട്ടല്ല കേട്ടോ. ഫായിസ് ഫ്രണ്ടിൽ നിൽക്കണണ്ട, അത് നമ്മൾ ഫായിസാണ്. അപ്പോൾ ഇതിൽ എന്തൊക്കെ കാഴ്ച നമ്മൾ യൂട്യൂബിലൊക്കെ ജസ്റ്റ് കാണാൻ മാത്രം അങ്ങനെ പ്രത്യേകിച്ചൊന്നും ഇല്ല. എന്നാലും നമ്മൾ നമ്മളൊരു സൈഡിലേക്ക് വരുമ്പോൾ നമ്മൾ എല്ലാ ഭാഗങ്ങളൊന്നും കാണുന്നതല്ലേ. ഇവിടെയൊക്കെ നല്ല താഴ്ചയുള്ള പോലെയാണ് കേട്ടോ. ആ ഭാഗത്താണ് നമ്മൾ ടിക്കറ്റ് എടുക്കേണ്ടത്. ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. നമ്മൾ രാവിലെ 8 മണിക്ക് പുറപ്പെട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കുറച്ചധികം നല്ല വെയിലുണ്ടായിരുന്നു. ഇപ്പോൾ ഏകദേശം ഒരു 11:30 ഒക്കെ ആയിട്ടുണ്ട്. അപ്പോൾ ഇവിടുന്ന് നമ്മൾ ഇത് കഴിഞ്ഞാൽ വാഴശാല ആതിരപ്പള്ളി ആ ഭാഗത്ത് കണ്ട് കവർ ചെയ്ത് പോകുന്നത്. ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കുറച്ചങ്ങോട്ട് കടന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടിക്കറ്റ് കൗണ്ടർ കാണാൻ പറ്റും. ഇവിടുന്ന് ടിക്കറ്റ് എടുക്കാം. പിന്നെ അതുപോലെ തന്നെ കുറച്ച് അപ്പുറത്ത് നമുക്ക് ടിക്കറ്റ് എടുക്കാനുള്ള ഓപ്ഷൻ കിട്ടും. അപ്പോൾ ടിക്കറ്റ് ചാർജ് കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മൾ ഫായിസാണ് ടിക്കറ്റ് എടുക്കുന്നത്. ഒരാൾക്ക് 20 രൂപ വെച്ചിട്ട് 2 ആൾക്ക് 40 രൂപ കൊടുത്ത് നമ്മൾ ടിക്കറ്റ് വാങ്ങിക്കണ്ട. അപ്പോൾ ഈ ടിക്കറ്റ് കൈ വെക്കാൻ പറഞ്ഞ് ഫായിസ് മുഖം കഴുകാൻ പോകും. ഫായിസേ നോക്കൂ, ഇതാണ് നമ്മൾ ഫായിസ്. മിക്ക വീഡിയോകളിലും കണ്ടിട്ടുണ്ടാവും ചാക്ക. ഈ ടിക്കറ്റിന്റെ ബാക്കിലെ മലക്കപ്പാറ, അതുപോലെ തന്നെ നെല്ലിയാമ്പതി ആ ഭാഗത്തേക്കുള്ള സവാരിനെ പറ്റിയുള്ള ഡീറ്റെയിൽ എന്ത് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ടിക്കറ്റിന്റെ ബാക്ക് സൈഡിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇവിടെ വന്നിട്ടോ അല്ലെ മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ താല്പര്യമുള്ളവർക്കൊക്കെ അങ്ങോട്ട് ബുക്ക് ചെയ്യാം. ഈ ഭാഗത്തൊക്കെ ചെറിയൊരു താഴ്ച പോലെ ഉണ്ട്. ഇനിയിപ്പോൾ അങ്ങോട്ടൊക്കെ ഇറങ്ങാൻ പറ്റും നമുക്ക് എന്ന് തോന്നുന്നു. അവിടെ പാലുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ആ സൈഡിലേക്ക് പിന്നെ മതിലിട്ടിട്ട് ആ റൗണ്ട് ലെവലിലാണ് വരുന്നത്. ഫ്രണ്ട് സൈഡിൽ അങ്ങനെ കാണാൻ പ്രത്യേകിച്ചിട്ട് ഒന്നും അങ്ങനെ ഇല്ല. നമ്മളിനി ഇങ്ങനെ കയറാനുള്ള ഒരു പ്ലാനിങ്. ഇങ്ങനെയാണ് ആൾക്കാർ ഇറങ്ങി പോകുന്നത്. അപ്പോൾ നമ്മൾ ഈ സ്റ്റെപ്പ് മുക്കൂടെ ഈ എന്താണ് പാലത്തിന് കൂടെ നടക്കാനുണ്ട. ഇതിൻ്റെ അടിയിലൊക്കെ വെള്ളം പോകണുണ്ട്, ചെറിയ ചാല് പോലെ. ഈ സൈഡ് അത് പോണത് ഇങ്ങോട്ടാ. അവിടെ അപ്പുറത്ത് ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അപ്പോൾ നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ തെളിഞ്ഞ വെള്ളം അല്ല, കുറച്ച് തെളിവ് കുറഞ്ഞ വെള്ളമാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ആ ഒരു പാലല്ലേ, ആ പാലം കയറിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. ഇവിടെ വെള്ളം നല്ല വിശാലമായിട്ട്, അപ്പുറത്ത് പാറകളുണ്ട്, പിന്നെ മരങ്ങൾ, നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഇവിടെ ചൂട് കുറവാണ്, നല്ല ചൂടുണ്ട്, ചൂട് കുറവാണ്, കുഴപ്പമില്ലാത്ത ലെവലിലുള്ളത്. പിന്നെ ഇവിടെ വന്നാൽ ഇൻ്റർലോക്ക് ഇട്ട് അതിമനോഹരമായ ചെറിയ ചെടികളുടെയും വലിയ മരങ്ങളുടെയും ഇടയിലൂടെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് യാത്ര ചെയ്യാൻ പറ്റും. ഇപ്പുറത്തെ സൈഡിലൊക്കെ പാറകൾ കാണാൻ പറ്റും കേട്ടോ. ആ സൈഡിലൊക്കെ പാറകൾ. ആ ഒരു ഭാഗം ഉണ്ടല്ലോ, ആ ഭാഗത്ത് വെള്ളച്ചാട്ടത്തിന് വെള്ളം പോണ നല്ല ശബ്ദമുണ്ട് ആ ഭാഗത്ത്. ഇപ്പോൾ തന്നെ ഈ ഒരു ശബ്ദം ഉണ്ടെങ്കിൽ മഴക്കാലത്തൊക്കെ നല്ല ശബ്ദത്തിലും അല്ലെങ്കിൽ നല്ല ഇതിലാവും വെള്ളം പോവുക. ഇവിടൊക്കെ നിറയുണ്ടാവും, കാരണം ആ ലെവലിലാണ് വെള്ളം പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സൈഡിലൊക്കെ. ഇവിടെ കുറച്ചേരം ഞങ്ങൾ റെസ്റ്റ് എടുക്കായിരുന്നു. കുറേ ട്രാവൽ ചെയ്ത് വന്നതല്ലേ. നല്ല ചൂടുണ്ട്. നമ്മുടെ മരങ്ങളുണ്ട് എന്നുള്ള ഒരു ലെവലല്ല, സ്റ്റാർട്ടിങ് ലെവലിൽ നല്ല ചൂട് കാര്യങ്ങളൊക്കെ കേട്ടോ. ഇൻ്റർലോക്ക് ഇട്ട ലെവലിൽ കൂടെ നടന്നുകൊണ്ടിരിക്കും. ഇവിടെയൊക്കെ നല്ല ഇപ്പോൾ വെയിലുണ്ട്. കുറച്ച് ഉള്ളിലേക്ക് പോയാൽ തണുപ്പുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. പിന്നെ പാറൻ്റെ ആ ഭാഗത്തു നിന്നൊക്കെ ചൂട് നമ്മളേക്ക് വന്നുകൊണ്ടിരിക്കുക. ഇവിടെ ഉണ്ടോ നല്ല മനോഹരമായ കടലാസ് പൂ എന്നാണ് നമ്മുടെ നാട്ടിൽ പറയാം കേട്ടോ. പല ആളുകൾക്കും പല പേരെല്ലാം പറയുന്നുണ്ടാവേ. നമ്മളിവിടെ കടലാസ് പൂ കിട്ടി, കടലാസ് പൂ എന്നാണ് പറയുക. ഇത് വേറെ ഒരു ഇനത്തിൽപ്പെട്ട പൂവാണ്. പൂവിൻ്റെ പേര് അറിയുന്നവർ കമൻറ്റ് ചെയ്യുക. കുറച്ചാണ്ട് കയറിപ്പോയല്ലേ, നമുക്കിവിടെ ഫുഡ് കഴിക്കാനുള്ള സ്ഥലം. വെള്ളത്തിൻ്റെ പോക്ക് കണ്ടോ നിങ്ങൾ? നല്ല വീഡിയോയിൽ എത്ര ക്ലാരിറ്റി ഒന്നും അറിയില്ല, നല്ല സ്പീഡിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ അതുപോലെ തന്നെ ഈ സൈഡിലെ കുട്ടികൾക്ക് കളിക്കാനുള്ള ചെറിയ പാർക്കിൻ്റെ സൗകര്യം കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പുറത്തെ സൈഡിലാണ് ഈ പാറയും അതുപോലെ തന്നെ വെള്ളച്ചാട്ടം ക്ലിയർ ആയി കാണും. ഈ സൈഡിലൊക്കെ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ സ്ഥലങ്ങളാണ് കേട്ടോ. ഇവിടെ ഒക്കെ വെള്ളം അങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ടാവും ഈ സൈഡിൽ. ഇതിൽ ചെറിയ ചെറിയ ഇങ്ങനെ വട്ടത്തിൽ സിമെൻറ്റിൻ്റെ ടാങ്ക് പോലെ ഉണ്ടാക്കിക്കണം. ഇതിൽ ഫുള്ളും ഗപ്പി കുട്ടികൾ കാണാൻ പറ്റും. ഇവിടെ ഉണ്ട് ഗപ്പി കുട്ടികൾ ഓടി കളിക്കണം. അതിൻ്റെ കുട്ടികളും മക്കളും ഒക്കെ ആയിട്ട് ഇവിടെ ഓടി കളിക്കുന്നുണ്ട്. ഈ സൈഡിൽ പാറകളും അതുപോലെ തന്നെ വെള്ളം എന്ന് പറഞ്ഞ മനോഹരമായ കാഴ്ചയാണ് കേട്ടോ ഇവിടെ. ഇത് ഫോണിൽ എത്രത്തോളം ക്ലാരിറ്റിയിൽ കിട്ടുന്നുണ്ടെന്ന് അറിയില്ല, പക്ഷെ നേരിൽ പോയാൽ നല്ല വൈബാണ് കേട്ടോ. ഇത് മഴക്കാലം അല്ലാത്തപ്പോഴാണിത്. മഴക്കാലത്തൊക്കെ ആണെങ്കിൽ ഇവിടെ നല്ല അറിയില്ല. ഇപ്പം മഴ പെയ്യുന്ന വെച്ചാൽ വെള്ളപ്പൊക്കം, ഒരുപാട് വെള്ളപ്പൊക്കം ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇതൊക്കെ ഫുള്ള് നിറഞ്ഞു പോകുന്നുണ്ട് സിറ്റുവേഷനിൽ. ഇപ്പോൾ തന്നെ അത്യാവശ്യം വെള്ളമുണ്ട്. വെള്ളത്തിൻ്റെ ഫോഴ്സൊക്കെ നിങ്ങൾ കണ്ടല്ലോ, അവിടെ നല്ല സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ പാറകളാണ്, അതിമനോഹരമായ പാറകൾ കൊണ്ട് അലങ്കരിച്ച മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ട് ഇവിടെ കാണാൻ സാധിക്കുന്നത്. സൈഡിൽ വെള്ളത്തിൻ്റെ ഇത് കണ്ടില്ല, ചാട്ടം, അത് ഇങ്ങനെ വരുന്നതാണ്. വേണ്ട ഇവിടെ വേണ്ട നല്ല ജെർക്കിങ് പോലെ വേണ്ട. ഇവിടെയൊക്കെ വെള്ളത്തിൻ്റെ ശബ്ദം നല്ലതുണ്ട്. ഈ വെള്ളം വരുന്നുണ്ട് ഒരു കനാല് പോലെ വരുന്നത്. നല്ല മീനുകളുണ്ടാവും. അവിടെ ഒരു ഷട്ടർ പോലെ ഇട്ടിട്ട് അവിടെ ഇങ്ങനെ ലോക്ക് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം ചെറുതായിട്ട് പമ്പ് ചെയ്ത് ഓടുന്നതായിരിക്കാം. ഈ സൈഡിലൊക്കെ നോക്കിയാൽ വളരെ മനോഹരമായ നല്ല കാഴ്ചകളാണ്. അവിടെ തൂക്കുപാലങ്ങൾ കണ്ടോ, അതിമനോഹരമായ കാഴ്ചകളും പാറകളും
ഒക്കെ ആയിട്ട് ആ സൈഡിലൊക്കെ ആളുകൾ ഇറങ്ങുന്നുണ്ട് കേട്ടോ. പാറൻ്റെ ആ ഭാഗത്തൊക്കെ ആയിട്ട് കൂട്ടുകാരും ഫാമിലിയൊക്കെ ആയിട്ട് അവിടെ വന്ന് നിൽക്കുന്നുണ്ട്. ആ സൈഡിലൊക്കെ നോക്കിയാണ്ട അതൊരു ഡാം പോലെ ഒരു സെറ്റാക്കി വെച്ചേക്കാം. അപ്പോൾ അത് ഈ സൈഡിൽ കൂടെയാണ് ഇങ്ങോട്ടേക്കുള്ള വെള്ളം പമ്പ് ചെയ്തുകൊണ്ടിരിക്കുക. അവിടെയൊക്കെ ആ സൈഡിലൊക്കെ ഫുള്ളാണേ വെള്ളം നിറഞ്ഞിരിക്കുകയാണ്. ഇത് ഇപ്പോഴും ഇങ്ങനെയാണെങ്കിലും മഴക്കാലത്ത് ഇതിനെക്കാട്ടിയും അതിമനോഹരമായ കാഴ്ചകളും അതുപോലെ തന്നെ ഭയാനകമായ കാഴ്ചകളൊക്കെ ഉണ്ട് അവിടെ കാണാൻ പറ്റുള്ളൂ. കാരണം വെള്ളം നിറഞ്ഞ് ഇതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ വെള്ളം നിറഞ്ഞ് പോകണ്ടാവും. തൂക്കുപാലത്തിൽ കൂടെ ആൾക്കാർ പോകണണ്ട. ഞാനങ്ങനെ തൂക്കുപാലത്തിൻ്റെ ആ ഭാഗത്തേക്ക് പോകാൻ കേട്ടോ. അപ്പോൾ ഇവിടെ നല്ല അതിമനോഹരമായ ഇൻ്റർലോക്ക് ഇട്ടൊക്കെ വെച്ചിട്ട് കണ്ടത്. അത് നല്ല രസമാണ്. ഇവിടെ വന്നാൽ തന്നെ ചൂട് നല്ല ഓവറായിരുന്നു കേട്ടോ. പറയാൻ പറ്റാത്ത അത്രയും ചൂട് സഹിച്ചൊക്കെ ഉണ്ട്. ഇവിടെ ഒരു ടിക്കറ്റ് കൗണ്ടർ നമുക്ക് കാണാൻ സാധിക്കും. അതെന്താ വെച്ചാൽ നമ്മൾ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് ആൾക്കാർ വരുമ്പോൾ ചെക്ക് ചെയ്തിട്ട് കയറ്റുന്നുള്ളൂ. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് അവിടെ കാണിച്ച് അവിടെ അവർ നോക്കുന്നില്ല. പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ, അതായത് ഈ തൂക്കുപാലത്തിൻ്റെ അങ്ങോട്ട് കയറാൻ എന്തായാലും എന്ത് ചെയ്യും, ടിക്കറ്റ് കാണിച്ചു കൊടുക്കും. ടിക്കറ്റ് കാണിച്ചു കൊടുത്താൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അവിടേക്ക് വിടുള്ളൂ. അതുപോലെ തന്നെ അവിടെ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് വരണമെങ്കിൽ ടിക്കറ്റ് എന്ത് ചെയ്യണം, ഇവിടെ കാണിക്കണം. അതുപോലെ അവിടെ കാണിക്കണം എന്ന് തോന്നുന്നു. അവിടെ നിന്ന് ഇതേപോലെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. ഈ ടിക്കറ്റ് ഇല്ല, ടിക്കറ്റ് എടുക്കാതൊക്കെയാണ് നിങ്ങൾ വന്നിട്ടുണ്ടെങ്കിൽ ഈ കൗണ്ടർ ഉണ്ട്. ഇവിടുന്ന് ടിക്കറ്റ് എടുത്തതിന് ശേഷം അതവിടെ ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഈ തൂക്കുപാലത്തിൽ കൂടെ നമുക്ക് പോകാൻ പറ്റുള്ളൂ. അതിനായിട്ടൊരു സെക്യൂരിറ്റി അവിടെ നിൽക്കുന്നുണ്ട്. കയറുമ്പോൾ അതിൻ്റേതായ കുറച്ച് നിർദ്ദേശങ്ങളൊക്കെ അവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നമ്മുടെ ടിക്കറ്റ് കൗണ്ടർ ലേഡീസാണ്. പിന്നെ എമൗണ്ട് ഒക്കെ തന്നെയാണ്. ഫൈന് കാര്യങ്ങളൊന്നും ഈടാക്കുന്നില്ല. ക്ലിയർ ആയിട്ട് പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് അങ്ങനെ നമ്മൾ തൂക്കുപാലത്തിൻ്റെ മുകളിൽ കയറിയിട്ട് അതിൻ്റെ സൈഡിലുണ്ട്. നമ്മൾ അവിടെ നിന്ന് ലോങ് സൈഡിൽ നിന്ന് കണ്ടില്ലേ, അതാണ്. അതായത് അവിടെ ഇപ്പോൾ വേണ്ട അത്രത്തോളം വെള്ളം അതിലുണ്ട്. പിന്നെ അതിങ്ങനെ ക്രോസ് ചെയ്തിട്ടാണ് കയറി വരുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നോക്കിയാൽ നല്ല വ്യൂ ഉണ്ട് അവിടെ നിന്ന് കാണാൻ വേണ്ടിയിട്ടുള്ളത്. അതുകൂടെ വന്നാൽ തന്നെ അറിയുള്ളൂ. ആ വെള്ളത്തിൻ്റെ യഥാർത്ഥ സൈഡ് ഉണ്ടോ, ഇവിടെ അങ്ങനെ ഒരു ബണ്ട് പോലെ കെട്ടിയിട്ട് ഈ സൈഡിൽ ഇങ്ങനെ കെട്ടിയിട്ട് ആ സൈഡിൽ കൂടെ ഇങ്ങനെ വെള്ളം കടത്തി. ആ വെള്ളമാണ് നമ്മൾ ഫസ്റ്റ് ടൈം കണ്ടുകൊണ്ടിരിക്കുന്നത്. പിന്നെ ചെറിയ ലീക്കാണോ എന്താണെന്ന് അറിയില്ല, അല്ലെങ്കിൽ അതിനായിട്ടുള്ള ഗ്യാപ്പാണെന്ന് അറിയില്ല. വെള്ളം ഇങ്ങോട്ട് പോകാനുള്ളൊരു ഇതും കൊടുക്കുന്നുണ്ട്. ആ സൈഡിൽ ചെറിയൊരു ഗ്യാപ്പും കാണാൻ പറ്റും. അങ്ങനെ നമ്മൾ ആ പാലം കവർ ചെയ്ത് നമ്മൾ ആ സൈഡിൽ നിന്ന് നേരെ ഓപ്പോസിറ്റ് സൈഡായി ഇങ്ങോട്ട് വന്ന് ഇവിടുന്ന് ഈ പാലം കയറിയിട്ട് എന്ത് ചെയ്ത് ബ്രിഡ്ജ് പോലത്തെ കയറിയിട്ട് ഇങ്ങോട്ട് വന്ന് ഇവിടുന്നാണ് ആൾക്കാർ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. അവിടെ നല്ല രസമുണ്ടാകും കാണാൻ. വെള്ളത്തിൻ്റെ ശബ്ദങ്ങളൊക്കെ നല്ല അതിമനോഹരമായി കേട്ടാൻ പറ്റും. പിന്നെ ഇതേപോലെ തന്നെ നമ്മുടെ നേരെ ഓപ്പോസിറ്റും ഉണ്ടായിരുന്നു. ഇതിലൊക്കെ വെള്ളം ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഇതിലൊക്കെ വീണ് തന്നെയാണ്. വെള്ളം കുറവായതിൻ്റെ പേരിലാണ് എല്ലാവരും ഇറങ്ങുന്നത്. മഴക്കാലത്ത് വെള്ളം അധികരിച്ച സമയത്തൊന്നും ഇവിടെ ആളാക്കൂല. അതും തന്നെ ഇപ്പോൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു കയറേറ്റൊക്കെ ഒരു അതിർത്തി നിശ്ചയിച്ചിട്ടുണ്ട്. അതിൻ്റെ ഉള്ളിൽ മാത്രം ഇറങ്ങാൻ പറ്റുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് ഇറങ്ങി ചെയ്ത് നല്ലോണം കേൾക്കും, അല്ലെങ്കിൽ ഫൈൻ എന്തെങ്കിലും ഈടാക്കും. പിന്നെ അതുപോലെ തന്നെ തിളച്ച വെയിലാണ്. ആൾക്കാർ ഇപ്പോൾ കുറവാണ്. ഉച്ച സമയത്തായതുകൊണ്ട് വൈകുന്നേരമൊക്കെ ആകുമ്പോൾ ആൾക്കാർ നല്ല ഫുള്ളായിട്ടാവും നിൽക്കുന്നുണ്ടാവുക. പിന്നെ അതുപോലെ തന്നെ കുളിക്കാനും അതുപോലെ തന്നെ ഇതിൽ ചെറുതായിട്ട് കിടന്ന് കളിക്കാനും ഒക്കെ പറ്റും. ഇവിടെ ഒക്കെ കണ്ട അതിമനോഹരമായ നല്ല മനോഹര കാഴ്ചകളാണ് കണ്ട. ഇവിടെ നല്ല വെയിൽ കൂടുതലാണ്, നല്ല ചൂടുണ്ട്. വൈകിട്ട് വരുന്നതും അതുപോലെ തന്നെ വെയിൽ വരുന്നതിന് മുമ്പൊക്കെ വന്നാലും നല്ല വൈബുണ്ട്. നമ്മുടെ പായസാണ് പോയോണ്ടിരിക്കുക കണ്ട. ചെക്ക അവിടെ പോയോണ്ടിരിക്കുക കണ്ട. ചെക്ക ചെരുപ്പ് അവിടെ വെച്ചിട്ട് പോയോണ്ടിരിക്കുക. ഇവിടെ നല്ല വലിയൊരു പാറ കാണാം. ഇവിടെയുണ്ട്. നമ്മൾ ഇതിൻ്റെ ഉള്ളിൽ കൂടെ അപ്പുറ സൈഡ് പോയി നോക്കാം അവിടെ എന്താണെന്നുള്ളത്. ഇവിടെയൊക്കെ പാറയാണ് കേട്ടോ. അപ്പുറ സൈഡിൽ വെള്ളച്ചാട്ടം ചെറുതായിട്ട് കാണാം. ഈ സൈഡിലല്ല, നമുക്ക് വെള്ളച്ചാട്ടം ക്ലിയറായിട്ട് കാണാൻ സാധിക്കും. അവിടെയൊക്കെ നല്ല വെള്ളം ചാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാനിപ്പോൾ കുറച്ച് ഉയരമുള്ള പാറൻ്റെ മുകളിലാണ് നിൽക്കുന്നത്. ഇവിടുന്ന് നമ്മുടെ വന്ന വഴിയൊക്കെ കാണാൻ പറ്റും. ആ സൈഡിൽ നല്ല അതിമനോഹരമായ നല്ല കാഴ്ചകളാണ് കേട്ടോ അവിടെ. കാരണം ഫാമിലി ആയിട്ടാണെങ്കിലും ഒറ്റക്കാണിലൊക്കെ ആയിട്ട് നല്ല സ്പെൻഡ് ചെയ്യാൻ പറ്റിയ ഒരു സ്ഥലമാണ്. സ്റ്റാർട്ടിങ്ങിൽ വലിയ രസമില്ലെങ്കിലും എൻഡിങ്ങിലാകുമ്പോൾ നല്ല വൈബാണ് കേട്ടോ കാണാൻ. അത് നല്ല രസമാണ്. എൻഡിങ് സമയത്ത് നല്ല അത് അവസാനിക്കുന്ന സമയത്തെല്ലാം നല്ല ഭംഗിയാണ് ഇത് കാണാൻ വേണ്ടിയിട്ട്. കാരണം പാറകളും വെള്ളം ഇങ്ങനെ ചാടുന്നതും ഒക്കെ ആയിട്ട് നല്ല രസമാണ്. ഞാനും പൈസ ഏകദേശം ഒരു 3 മണി വരെ സ്പെൻഡ് ചെയ്തു. നല്ല ചൂടായ കാരണം കുറച്ചു നേരം അവിടെ കിടന്ന് ഉറങ്ങി. എന്നതിൻ്റെ ശേഷം നമ്മളവിടെ നിന്ന് ആതിരപ്പള്ളി വാഴച്ചാലേക്ക് പോകണം. അപ്പോൾ വളരെ രസകരമായ മനോഹരമായ കാഴ്ചകളൊക്കെയാണ് നമ്മൾക്ക് ഇവിടെ പ്രകൃതിയിൽ നിന്ന് കാണാൻ സാധിക്കുക. അപ്പോൾ കഴിയുന്നത് ആതിരപ്പള്ളി ഭാഗത്തേക്കൊക്കെ പോകുന്ന ആൾക്കാരൊക്കെ ഇവിടെ ഒന്ന് കയറി വിസിറ്റ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്ര വളരെ ചുരുങ്ങിയ ലെവലിൽ ഒരു ചെറിയൊരു വീഡിയോ ആണ് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ തന്നെ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ ബൈ.